ഇത് സ്മാർട്ട് ഫോണുകളുടെ കാലമാണ്. ട്രെയിൻ സമയം അറിയുന്നത് മുതൽ ബാങ്കിൽ ലോൺ അടയ്ക്കുന്നത് വരെ ഇന്ന് കൈവെള്ളയിൽ ഒതുങ്ങുന്ന സ്മാർട്ട് ഫോണുകളിലാണ്. ബാങ്കിങ്ങും രഹസ്യ കോഡുകളും ചാറ്റുകളും ഒക്കെ മറ്റൊരാൾ അറിഞ്ഞാലുണ്ടാകുന്ന പൊല്ലാപ്പുകൾ പറഞ്ഞറിയിക്കാൻ വയ്യ. ചില ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ ഫോണുകളുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണ്. വർഷങ്ങളേറെയായിട്ടില്ല ഈ സ്മാർട്ട് ഫോണുകൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഇവയില്ലാതെ വയ്യെന്ന നിലയായി. ഈ ഫോണുകൾ നമ്മുടെ ഒരുപാട് രഹസ്യങ്ങളും സ്വകാര്യങ്ങളും സൂക്ഷിക്കുന്നുണ്ടെന്ന കാര്യം എപ്പോഴും ഓർക്കുക. ഫോൺ എപ്പോഴും ലോക്ക് ചെയ്തു വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ലോക്ക് സ്ക്രീൻ കൂടാതെ ഫോണിലെ ആപ്ലിക്കേഷനുകളും പാസ്വേഡ് നൽകി ലോക്ക് ചെയ്താൽ മറ്റാർക്കും ഫോണിലെ വിവരങ്ങൾ അറിയാനും കാണാനുമാകില്ല. 1, 2, 3, 4, 0, 0, 0 എന്നിങ്ങനെ മറ്റുള്ളവർക്ക് ഊഹിക്കാൻ എളുപ്പമുള്ള പാസ്വേഡുകൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രീ ട്രാക്കിങ്ങിനും വൈപ്പിങ്ങിനും സൗകര്യമുള്ളതിനാൽ ഫോൺ കൈമോശം വന്നാൽ ഉടനടി ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കുക. ഫോൺ നഷ്ടപ്പെട്ടു എന്നുറപ്പായാൽ ഉടൻ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഫോൺ ലോക്ക് ചെയ്യുകയും ഫോണിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും വേണം. നിരവധി ആപ്ലിക്കേഷനുകൾ ഓരോ ഫോണിലും ഉണ്ടാകും. ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും അവ വിശ്വാസ്യതയുള്ള സ്രോതസ്സിൽ നിന്നാണെന്ന് ഉറപ്പാക്കുക. ഇൻസ്റ്റോൾ ചെയ്തു കഴിഞ്ഞാൽ അവ ലോക്കിട്ട് സുരക്ഷിതമാക്കുക. ഫോണുകൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ നൽകാറുണ്ടെങ്കിൽ അവർക്കായി ഒരു ഗസ്റ്റ് യൂസർ തയ്യാറാക്കുക. ഈ യൂസറിന് ഫോണിലെ വിവരങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം നൽകരുതെന്നും സാങ്കേതിക വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ ഫോണിന്റെ സോഫ്റ്റ്വെയറുകൾ നിർമ്മാതാക്കൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇവ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. പലപ്പോഴും സുരക്ഷ മുൻനിർത്തിയുള്ള കാര്യങ്ങളായിരിക്കും അപ്ഡേറ്റിലുണ്ടാവുക. ഫോണിന്റെ ലൊക്കേഷൻ സെറ്റിംഗ്സ് എപ്പോഴും ഓഫായിരിക്കാനും ഓപ്പൺ വൈഫൈകളിൽ കണ്ണടച്ച് കണക്ട് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. പല ഓപ്പൺ വൈഫൈകളും നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ ചോർത്താനാകും എന്ന കാര്യം മനസ്സിൽ വയ്ക്കുക. ഇതിനേക്കാളുമെല്ലാം പ്രധാനമാണ് ഫോണിന്റെ ബാക്കപ്പ് സൂക്ഷിക്കുക എന്നത്. ഫോണിലെ വിവരങ്ങൾ എപ്പോഴും SD കാർഡിലോ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലോ സൂക്ഷിക്കുക. ക്ലൗഡിൽ സൂക്ഷിക്കാനുള്ള സൗകര്യവും ഉപയോഗപ്പെടുത്താനും വിദഗ്ധർ ഉപദേശം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്.